ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനും ആദ്യം കൂടി ഇന്നൊരു കുക്കിംഗ് ചെയ്യാൻ വിചാരിച്ചു. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു തക്കാളിച്ചോറും പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ഒരു പൊരിച്ചതുമാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിയായിരുന്നു. ഉള്ളി അരിഞ്ഞ് ഞാൻ കരഞ്ഞു ഗൈസ്. ഉള്ളി അരിഞ്ഞ് ഞാൻ പെട്ടെന്ന് കരിഞ്ഞു ഗൈസ്, കരഞ്ഞു പോയി ഗൈസ്. അങ്ങനെ ഒക്കെ കഴിഞ്ഞു എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് അരിഞ്ഞതിൽ മസാല തേക്കുകയാണ്. മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനെയാണ് നമുക്ക് മസാല തേച്ച് തരാം. അതിൽ പറഞ്ഞ് ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അതിലുള്ള സ്പെഷ്യൽ ഡിഷാണ് അത്. പിന്നെ ആവശ്യമുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പത്തിനും അത് സെറ്റ് ആവിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് തക്കാളി ചോറിന് വേണ്ടി ഉള്ളി, തക്കാളിയും പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ മതി. അപ്പോൾ ജസ്റ്റ് തട്ടിക്കൂട്ടാണ് ഞങ്ങളുടെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് ഞങ്ങൾ തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞങ്ങൾ. അപ്പോൾ എണ്ണ കഴിഞ്ഞിട്ട് അതിൻ്റെ ആത്മാവ് വരെ പിഴിഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെയും എണ്ണയൊക്കെ ഇതാക്കി അത് ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെയും അതിരുടെ രീതിയാണിത്. എനിക്കറിയില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളൊരു ഐഡിയ വെച്ചിട്ടാണ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഇടുകയാണ് ചെയ്യുന്നത്. ഉള്ളി ഇടുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടപ്പോൾ കുറച്ചൊന്ന് പൊട്ടിത്തെറിച്ച് പോയി. പിന്നെ ശരിയായിട്ടോ ഗൈസ്. പിന്നെ അത് നല്ല രീതിയിൽ വഴറ്റുക, നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇളക്കി കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കുന്നത് നന്നായിട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കി കുറച്ച് കഴിഞ്ഞൊരു മഞ്ഞൾപ്പൊടി ഇടണം. അത്യാവശ്യം ഒരു കണക്കൊന്നും എനിക്കറിയില്ല, അത്യാവശ്യത്തിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, കുറച്ച് മാത്രം ഇട്ടാൽ മതി. എന്നാൽ അത് വാറ്റി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, നല്ല ഒരു സ്പൈസിയൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കി നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. നല്ല ആ രീതിയിലാവുള്ളൂ. അതിന് മുന്നേ ഞങ്ങൾ തക്കാളി ചോറ് ഉണ്ടാക്കണോണ്ട് നമ്മൾ ആ വെള്ളത്തിൽ തന്നെ നല്ല ചോറിട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം വേവിച്ച ചോറായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ രീതിയിൽ ഇതാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്ത് കഴിയാറാവുമ്പോൾ നമ്മളിങ്ങനൊരു കളറാവട്ടെ, ഒരു മഞ്ഞ കളർക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വേവ് കൂടിപ്പോയി. നെല്ലെടുക്കുമ്പോൾ ചോറിന് കുറച്ച് വേവ് കുറച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് പൊരിക്കാൻ പോവുകയാണ്. ഉരുളൻകിഴങ്ങ് പൊരിക്കുന്നത് എൻ്റെ രീതിയല്ല, അതിരുടെ രീതിയാണ്. അതിൽ പറഞ്ഞ സ്പെഷ്യലാക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീരകം, കടുകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ജീരകം കരിഞ്ഞുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയോ ടേസ്റ്റ് ഞാൻ ഇതുവരെയായിട്ടും കഴിക്കാത്തൊരു രീതിയിലുള്ള ഉരുളൻകിഴങ്ങായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞ് ഒക്കെ എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് വറുത്തെടുത്തു. അത് കഴിഞ്ഞ് നല്ല ചോറും ഉരുളൻകിഴങ്ങൊക്കെ കൂടി ഒരു പിടിയുടെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവ് കൂടിയതിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൈ.